അടുത്തതോടെ രാജ്യം മുഴുവൻ ചുവരെഴുത്തുകളുടെയും പ്രചാരണങ്ങളുടെയും തിരക്കിലാണ്. സ്ഥാനാർത്ഥികൾ വരും പോകും, നേതാക്കൾ മാറും. പക്ഷേ പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ നിൽക്കുന്നത് ആ അംഗീകൃത ചിഹ്നങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ പാർട്ടി നോക്കിയും സ്ഥാനാർത്ഥിയെ നോക്കിയും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഈ ചിഹ്നങ്ങൾ തന്നെയായിരുന്നു വോട്ടറുടെ ഏക വഴികാട്ടി. ഭൂരിഭാഗം ജനങ്ങൾക്കും അക്ഷരമറിയാത്ത ഒരു കാലത്ത് ജനാധിപത്യം എങ്ങനെ ഓരോ വീട്ടിലും എത്തിക്കാം എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ആലോചനയിൽ നിന്നാണ് ഈ ചിഹ്നങ്ങൾ ജനിക്കുന്നത്. പണ്ട് നിറം നോക്കി വോട്ട് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഭാരതത്തിന്. മഞ്ഞപ്പെട്ടിയും പച്ചപ്പെട്ടിയും മാറി എങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ചിഹ്നങ്ങളിലെത്തി? കോൺഗ്രസിന്റെ ആദ്യ ചിഹ്നം നുകം വെച്ച കാളയായിരുന്നു. എണ്ണവിളക്കിൽ നിന്നാണ് BJP താമരയിലേക്ക് എത്തുന്നത്. 75 വർഷമായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് CPI. സ്ഥാനാർത്ഥികളും നേതാക്കളും മാറി മാറി വന്നാലും മാറ്റമില്ലാത്തത് ഈ അംഗീകൃത ചിഹ്നത്തിന് മാത്രം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആരും പറയാത്ത ചിഹ്ന പുരാണം നമുക്കൊന്ന് പരിശോധിച്ചാലോ? 1937 തെരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്ത് കടന്നു വരുന്നത്. 1935 നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ 11 പ്രൊവിൻസുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. കരമടച്ച ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസിന് മഞ്ഞപ്പെട്ടി, ജിന്നയുടെ മുസ്ലിം ലീഗിന് പച്ചപ്പെട്ടി എന്നിങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള ബാലറ്റ് പെട്ടികൾ അനുവദിക്കപ്പെട്ടു. പെട്ടികളിൽ ഓരോന്നിലും വീഴുന്ന വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി വിജയികളെ നിശ്ചയിച്ചു. ആദ്യത്തെ പ്രൊഫഷണൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. അതായത് പ്രവിശ്യകളിൽ അവർ ഭരണത്തിൽ വരികയും ചെയ്തു എന്നർത്ഥം. പിന്നീടാകട്ടെ രാജ്യം തെരഞ്ഞെടുപ്പ് കാണുന്നത് 1951 അപ്പോഴേക്കും സുകുമാർ സെന്നിന്റെ കാർമ്മികത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. വോട്ടിംഗ് ബാലറ്റിലേക്ക് അത് മാറുകയും ചെയ്തു. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വെച്ചാൽ ഭൂരിഭാഗം പേർക്കും സ്ഥാനാർത്ഥികളെ മനസ്സിലാകുമായിരുന്നില്ല. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 53 പാർട്ടികൾക്കും 533 സ്വതന്ത്രർക്കും ചിഹ്നങ്ങൾ വീതിച്ചു നൽകി. ചിഹ്നങ്ങളിലൂടെ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കുന്ന പെട്ടിയിലും ചിഹ്നം പതിപ്പിച്ചു. ബാലറ്റ് പേപ്പറിൽ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ലായിരുന്നു. മാർക്ക് ചെയ്യാതെ ചിഹ്നം പതിപ്പിച്ച പെട്ടിയിൽ ബാലറ്റ് പേപ്പർ ഇട്ടാലും വോട്ടായി പരിഗണിക്കുമായിരുന്നു. കോൺഗ്രസ് ആദ്യമായി മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നില്ല. നുകം വെച്ച കാളയായിരുന്നു ചിഹ്നം. അവർ കമ്മീഷന് പരിഗണനയ്ക്കായി സമർപ്പിച്ച രണ്ടാമത്തെ ചിഹ്നം ചർക്ക നടുക്കുള്ള പതാകയായിരുന്നു. നുകം വെച്ച കാളയിൽ മത്സരിച്ച കോൺഗ്രസ് പാതി വോട്ടുകളും നേടി. നെഹ്റുവിന്റെയും ശാസ്ത്രിയുടെയും കാലം കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയും കുറെ കാലം കൂടി ഇതേ ചിഹ്നത്തിന്റെ പ്രൗഢി മുന്നോട്ട് കൊണ്ടുപോയി. 1969 കഴിഞ്ഞപ്പോൾ ഇന്ദിര കോൺഗ്രസിനെ പിളർത്തി കോൺഗ്രസ് R ഉണ്ടാക്കി. പഴയ പാർട്ടി കോൺഗ്രസ് O എന്നറിയപ്പെട്ടു. പക്ഷേ ഈ തർക്കങ്ങൾക്കിടെ ഇന്ദിരയ്ക്ക് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ജയിപ്പിച്ച നുകം വെച്ച കാള ചിഹ്നത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെട്ടു. പുതിയൊരു ചിഹ്നം ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഇന്ദിര തെരഞ്ഞെടുത്തത്. പശുവും കിടാവുമായിരുന്നു അത്. എതിരാളികൾ മകൻ സഞ്ജയിനെയും ചേർത്ത് അമ്മയും മോനും എന്ന് വിളിച്ച് ആ ചിഹ്നത്തെ കളിയാക്കി. 1978 കോൺഗ്രസിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശുവും കിടാവും ചിഹ്നം മരവിപ്പിച്ചു. PV നരസിംഹറാവുവും ബൂട്ടാ സിംഗും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ 3 ചിഹ്നങ്ങളിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഹാദ്, ഹാദി അല്ലെങ്കിൽ സൈക്കിൾ അതായിരുന്നു ഓപ്ഷൻ. ആലോചിക്കാൻ ഒരു രാത്രി സമയവും കൊടുത്തു. ആന്ധ്രയിലെ രാജരത്നം എന്ന കോൺഗ്രസുകാരന്റെ ഭവനത്തിലായിരുന്നു ഇന്ദിര തങ്ങിയിരുന്നത്. രാജരത്നമാണ് കൈപ്പത്തി മതിയെന്ന് ഇന്ദിരയെ ഉപദേശിക്കുന്നത്. 1952 തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു കൈപ്പത്തി ചിഹ്നത്തിലാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് മത്സരിച്ചത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പോടെ തന്നെ പാർട്ടി ശിഥിലമായി. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതെ വന്നു. അങ്ങനെ 3 പതിറ്റാണ്ടോളം ഉപയോഗിക്കാതെ കിടന്ന കൈപ്പത്തി ചിഹ്നം അങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. BJPയുടെ ആദ്യ രൂപമായ ഭാരതീയ ജനസംഘത്തിന് 1951 തെരഞ്ഞെടുപ്പ് ചിഹ്നമായി വിളക്കാണ് അനുവദിച്ചിരുന്നത്. ജനതാ പാർട്ടി പിളർപ്പുകളുടെ പരമ്പരയാണ് നേരിട്ടത്. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. 1951 ശ്യാമപ്രസാദ് മുഖർജി രൂപം നൽകിയ അഖില ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയായിരുന്നു BJPയുടെ പൂർവ്വസൂരികൾ. എണ്ണവിളക്കായിരുന്നു അന്ന് അവരുടെ ചിഹ്നം. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം മറ്റു പല പാർട്ടികളുമായി ലയിച്ച്
ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ചിഹ്നം കലപ്പ ഇന്ത്യ കർഷകനായിരുന്നു. ഇന്ത്യൻ ജനത 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലം തൊടിയിച്ചില്ല. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലേറി. പോര് കാരണം ആ സർക്കാരിന് അല്പായുസായിരുന്നു. 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ജനതാ പാർട്ടി പുനർജനിച്ചു. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന നിബന്ധന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഹിതകളിൽ ഉണ്ടെങ്കിലും കുങ്കുമ നിറത്തിലുള്ള താമര എന്ന നിലയിൽ ചിഹ്നമായി BJPക്ക് അനുവദിക്കപ്പെട്ടു. ജനസംഘത്തിന്റെ ചിഹ്നം മാറുന്ന വിളക്ക്, പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മരം, കോൺഗ്രസ് ഒയുടെ സ്ത്രീയും ചർക്കയും, ജനതാ പാർട്ടി എസിന്റെ വയൽ ഉഴുന്ന കർഷകൻ, എങ്ങനെ 4 ചിഹ്നങ്ങളും ജനതാ പിളർപ്പിന്റെ ഫലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് മറവിപ്പിച്ചു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പോരാട്ടങ്ങളുടെ പ്രതീകമായിരുന്ന അരിവാളും ചുറ്റികയും വിടാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തയ്യാറായിരുന്നില്ല. 1982 ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPI തങ്ങൾക്ക് അരിവാൾ ചുറ്റിക തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ കോഡ് തന്നെ ചിഹ്നമായി അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയായിരുന്നു. അപ്പോൾ CPI ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ വെച്ച് പ്രശ്നമങ്ങ് പരിഹരിച്ചു. പിന്നീട് 1964 പ്രസിദ്ധമായ കൽക്കട്ട കോൺഗ്രസിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു വിഭാഗം പിളർന്നു മാറി. ചിഹ്നത്തിന്റെ കാര്യത്തിൽ വിഷയം വരുന്നത് 1967 തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അരിവാൾ ചുറ്റികയുടെ മുകളിൽ ഒരു നക്ഷത്രം കൂടി ചേർത്ത് അപേക്ഷിച്ച CPMന് ആ ചിഹ്നം അനുവദിച്ചു കിട്ടി. അന്ന് മുതൽ ഈ 2 ചിഹ്നങ്ങളിലായാണ് CPIയും CPMും തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അസ്തിത്വത്തെ നിർവചിക്കുന്ന പ്രധാന ഘടകമാണ്. എത്ര ചെറിയതോ സ്വാധീനം കുറഞ്ഞതോ ആയ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പാർട്ടി പിളരുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനായി നടക്കുന്ന പിടിവലി. അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്നത് അഭിമാനമായി കാണുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് എല്ലാവരും. മാറി മാറി വരുന്ന നേതാക്കളെ ജനം ചിലപ്പോൾ മറക്കുമെങ്കിലും ചിഹ്നങ്ങൾ ഒരിക്കലും ജനങ്ങൾ മറക്കാറില്ല. ഭരണത്തിലുള്ളപ്പോൾ സ്വന്തം ചിഹ്നത്തെ നാട്ടിലെങ്ങും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഉത്തർപ്രദേശിൽ പാർട്ടി ചിഹ്നമായ ആനയുടെ അനേകായിരം ഭീമൻ പ്രതിമകൾ സർക്കാർ ചെലവിൽ പഴുതുയർത്തി. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന ആരോപണത്തെ തുടർന്ന് പ്രതിമകൾ തുണിയിട്ട് മൂടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ: നേതാക്കൾ വരും പോകും, പാർട്ടികൾ പിളരും, പുതിയവ ജനിക്കും. പക്ഷേ ഈ ചിഹ്നങ്ങൾ ഒരു അടയാളമായി, ജനതയുടെ വിശ്വാസമായി എന്നും നമ്മുടെ ചുവരുകളിൽ നിലനിൽക്കുന്നു. അക്ഷരമറിയാത്ത ഒരു സാധാരണക്കാരന് ജനാധിപത്യം അനിവാര്യമാകാതിരിക്കാൻ 75 വർഷങ്ങൾക്ക് മുമ്പ് സുകുമാര സെൻ കണ്ട ആ സ്വപ്നമാണ് ഇന്ന് ഓരോ ഇലക്ട്രോണിക് മെഷീനിലും ഒരു ബട്ടണായി നമ്മൾ കാണുന്നത്. ഉത്തർപ്രദേശിലെ ആന പ്രതിമകൾ മുതൽ കേരളത്തിലെ 2 പോരാട്ടം വരെ ഈ ചിഹ്നങ്ങൾക്ക് പിന്നിൽ നമ്മൾ കാണാത്ത വലിയൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ മെഷീനിലെ ചിഹ്നത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നിങ്ങൾ അമർത്തുന്നത് വെറുമൊരു ബട്ടൺ അല്ല, അത് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിലേക്കും ഭാവിയിലേക്കുമുള്ള നിങ്ങളുടെ കയ്യൊപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏത് പാർട്ടി ചിഹ്നത്തിന്റെ ചരിത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ കൗതുകകരമായി തോന്നിയത്? താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.